ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിക്കാഹ് ഡേ ആണ് കേട്ടോ. ഇത് നിക്കാഹിൻ്റെ തലേന്നത്തെ കുറച്ച് ക്ലിപ്സ് ആണ്. നിക്കാഹിൻ്റെ തലേന്നത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ പോയി കണ്ടോക്കണേ. അത് ഭയങ്കര അധികം കോമഡിയാണ്, ഈ ഹീറ്റ് മാസ്കിൻ്റെ സ്ഥലമൊക്കെ. അപ്പോൾ നമുക്ക് നിക്കാഹിൻ്റെ അന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഇത് രാവിലെയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് മുറ്റൊക്കെ നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ തന്നെ മാമൻ്റെ അടുത്തിലോട്ട് പോയി നോക്കി. അവിടെ നമ്മുടെ ബ്യൂട്ടീഷ്യന്മാർ വന്നിട്ട് മാമിനെ മാറ്റിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഐറ്റംസ് അല്ലാതെ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ ഈ ഫാന് മാമക്കുള്ള ഒരു ഫാനാണ്. ഇതുമ്പോൾ സ്റ്റാൻഡൊക്കെ ഉണ്ട്, നടുക്ക് അവക്കാടൊക്കെയാണ് കേട്ടോ, നല്ല രസമില്ല. പിന്നെ അവർ മാറ്റിക്കുന്നതൊക്കെ ഞാനിങ്ങനെ കണ്ടു നിന്നു. പിന്നെ അധികം ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തന്നെ കുളിച്ചു വന്നു. മെഹന്തിയൊക്കെ ഇതേമാതിരി അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, നല്ല റെഡ് കളറായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബൊക്കയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുള്ളത്. ബൊക്കയും മാലയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്ലവേഴ്സും. അപ്പോൾ ഇനി ഞാൻ മാറ്റാനും വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നുള്ളത്. ഈ ചപ്പൽ എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? ഈ ചപ്പലും ഇതൊക്കെയാണ് ഞാനിന്ന് വെയർ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. പിന്നെ ഞാൻ മാമൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കി, മാമൻ്റെ എന്തായിന്ന് അറിയാനും വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഹെയർ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഇനി ഈ വീഡിയോ ഞാൻ കുറേ കഴിഞ്ഞെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ നിക്കാഹിൻ്റെ എല്ലാതും നമുക്കൊന്ന് വീണ്ടും ഓർമ്മ വരുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുള്ളത്. അതായത് എനിക്കൊന്നും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ നാട്ടിലൊക്കെ കഴിഞ്ഞപ്പോൾ മാമൻ്റെ പോയി നോക്കിയപ്പോൾ മാമൻ്റെ ഫുള്ള് റെഡി ആയിട്ടുണ്ടായിരുന്നു, കാണാൻ നല്ല ലുക്കും ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തന്നെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. എല്ലാവരും എത്തുന്നതിന് മുമ്പ് നമുക്ക് എത്തണ്ടേ. പിന്നെ കുറച്ച് ഫോട്ടോസും എടുക്കണം. സ്റ്റേജിൻ്റെ ലുക്ക് ഇതുപോലെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് ഫുള്ള് ഷടപടി എന്നായിരുന്നു. എല്ലാവരും വന്നു തുടങ്ങി. പിന്നെ അവരും വന്നു. എന്നിട്ട് സ്റ്റേജ് മേൽ ഓരോരുത്തരായിട്ട് ഇരുന്ന് തുടങ്ങി. പിന്നെ പ്രാർത്ഥിച്ചു, മറ്റേ മഹറൊക്കെ കൊടുത്തു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും മൂടില്ല. എല്ലാവരും വന്നു തുടങ്ങി, എല്ലാതും കഴിഞ്ഞു. നമ്മുടെ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നുള്ളത്. പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ പോവില്ലേ, അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത് കേട്ടോ. ഫുഡൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഒക്കെ നല്ല ഷടപടി എന്നായിരുന്നു. പിന്നെ നമ്മൾ നമ്മളുടെ ഓഡിറ്റോറിയത്തിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് നേരെ പോവാണ്. ഈ ബൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ നിക്കാഹ് എന്ന് പറയുന്നുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ നിക്കാഹിൻ്റെ വണ്ടി. നിക്കാഹ് മീൻസ് നമ്മുടെ അപ്പൻ്റെ വണ്ടി. പിന്നെ ഇക്കാക്കാൻ്റെ കോട്ടാണ് കേട്ടോ എൻ്റെ ഇരുത്തിപ്പുള്ളത്. നമ്മൾ വീട്ടിലോട്ട് പോവാണ്. പരിപാടിയും എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ. കോട്ട് പിന്നെ എങ്ങനെ കിട്ടിയ വെച്ചാൽ ഇക്കാക്ക അവിടെ ഊരി വെച്ചു, ഞാൻ എടുത്തിട്ടു, അത്ര. പിന്നെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാക്കി എന്നൊക്കെ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് നല്ലോണം സൺലൈറ്റ് വന്നപ്പം ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തെന്നുള്ളൂ. അങ്ങനെ നമ്മൾ അവസാനം വീട്ടിലെത്തി അപ്പം തന്നെ ഞാൻ കുളിച്ചിട്ട് ഒരു നെല്ലിക്ക എടുത്ത് കഴിച്ചു. കുളിച്ച് കഴിഞ്ഞിട്ട് നല്ല സുഖമായിരുന്നു. എല്ലാ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ഊരി വെച്ചതുകൊണ്ട് നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് കൊണ്ടുപോയ നെല്ലിക്കൻ്റെ ബാക്കിയാണത്. പിന്നെ ഇത് മറ്റേ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് വെക്കുന്ന ആ സോപ്പാണ്, ഫിഷിൻ്റെ ഈ ഒരു സോപ്പ്. എനിക്ക് നല്ല മുറിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ ആ സോപ്പ് വന്നിട്ടുള്ളത്. 2 മാത്രമേ ഇതിലുള്ളൂ, ബാക്കി എല്ലാതും കഴിഞ്ഞു എന്ന് തോന്നുന്നു. കുളിയും എല്ലാതും കഴിഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയുള്ള സുർക്കയിലിട്ടതും എല്ലാതും ഞാൻ കഴിക്കുകയാണ്. ഇതിപ്പോൾ മുകളിലത്തെ സിറ്റൗട്ടാണ് കേട്ടോ. ക്യാമറ ഇങ്ങനെ തിരിച്ചു മുടിച്ചൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. എന്താണോ ഞാൻ അവിടെ ഉദ്ദേശിച്ചത്, എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ബീട്രൂട്ട് സുർക്കയിലിട്ടതാണ് ഇപ്പോൾ കഴിക്കുന്നുള്ളത്. പിന്നെ അതെല്ലാതും കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഫോണും വെച്ചിട്ട് ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. ലാസ്റ്റ് ഇട്ട വീഡിയോ എന്തായി അതൊക്കെ ഒന്ന് നോക്കി. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ അപ്പത്തെ പരിപാടി. പിന്നെ ഞാൻ നൈറ്റായി, അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉറങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബിരിയാണി തന്നെയാണ്. ഫുഡെല്ലാതും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. പിന്നെ നൈറ്റ് ആവണ വരെ എങ്ങനെ ടൈം പോയെന്നൊന്നും അറിയില്ല, പെട്ടെന്നാണ് ടൈം പോയത്. നൈറ്റ് ആയപ്പോൾ ഞാൻ ഈ ലേറ്റിൻ്റെ അടുത്തോട്ട് പോയിരുന്നു. അടിപൊളിയല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും ഞാൻ നിക്കാഹിൻ്റെ ഏതൊക്കെ വീഡിയോസ് വിട്ട് ചോദിച്ചാൽ നിക്കാഹിൻ്റെ തലേന്നത്തതും അരിക്കുത്തിൻ്റെതും പിന്നെ ഷോപ്പിങ്ങിൻ്റെതും വിട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എൻ്റെ ഡേ
ഇൻ മൈ ലൈഫും സ്റ്റഡി വ്ളോഗും മേക്ക് ഓവറും അങ്ങനത്തെ കുറേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലെന്നില്ല നിക്കാഹ് എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്.